പരമാധികാരം സംരക്ഷിക്കുന്നതിനായുള്ള ഇറാന്റെ പ്രത്യാക്രമണം അന്നന്ന് ശക്തമായി വരുന്നത് അമേരിക്കയും ഇറാനെയും മാത്രമല്ല, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെയും കടുത്ത ഭീതിയിലാക്കിയിരിക്കുകയാണ്. ഇതോടെ ഗൾഫ് രാജ്യങ്ങളുടെ തലവന്മാർ യോഗം ചേർന്നതായി പറയപ്പെടുന്നു. ആക്രമണശേഷി തകർക്കുന്നതിനായി ഇറാനുമേൽ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്താൻ ഗൾഫ് രാജ്യങ്ങൾ ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെടുന്നതായി ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഇതേ ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ ആക്രമിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരുന്നവരാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരന്തരമായ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളെ ചിന്തിപ്പിക്കുന്നത്. യുദ്ധം തുടങ്ങിയതോടെ UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ എണ്ണ കയറ്റുമതി കേന്ദ്രങ്ങളും വിമാനത്താവളങ്ങളും ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തി. ഈ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇറാന്റെ സൈനിക ശേഷി തകർക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന തിരിച്ചറിവാണ് ഇപ്പോഴത്തെ നിലപാട് മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിനും ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കുന്നതിനുമാണ് മുൻഗണന നൽകുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നീക്കങ്ങളെ അവർ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും നേരിട്ടൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നത് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയും സുരക്ഷയെയും ദോഷകരമായി ബാധിക്കുമെന്ന് അവർ ഭയക്കുന്നുണ്ട്. എങ്കിലും അമേരിക്കയുമായുള്ള സൈനിക സഹകരണം അവർ ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. എന്നാൽ യുദ്ധം ആരംഭിച്ച് ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇറാനെ ഒതുക്കാൻ ലോക പോലീസായ അമേരിക്കയ്ക്കോ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഇസ്രയേലിനോ സാധിക്കാതെ പോകുന്നത് ഇറാന്റെ പിന്നിലുള്ള ശക്തമായ കരങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. മേഖലയിലെ പ്രമുഖ അറബ് രാജ്യങ്ങളായ UAE, ഖത്തർ, കുവൈറ്റ്, സൗദി അറേബ്യ എന്നിവർ ഇറാന്റെ നടപടിയെ ശക്തമായി അപലപിക്കുകയും അമേരിക്കയ്ക്കും ഇസ്രയേലിനും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇറാൻ മിഡിൽ ഈസ്റ്റിൽ ഒറ്റപ്പെട്ട നിലയിലാണെങ്കിലും റഷ്യ, ചൈന എന്നീ വൻ ശക്തികളുമായുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാൻ ഈ സംഘർഷത്തിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ഫ്രാൻസും ഇറ്റലിയും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. പശ്ചിമേഷ്യയിൽ അതീവ ഗുരുതരമായ ഒരു അന്താരാഷ്ട്ര പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. മാസങ്ങൾ നീണ്ട സംയുക്ത ആസൂത്രണത്തിലൊടുവിലാണ് അമേരിക്കയും ഇസ്രയേലും തങ്ങൾക്കുമേൽ ആക്രമണം നടത്തിയത് എന്നാണ് ഇറാന്റെ ആരോപണം. ഇറാനെതിരെയുള്ള നീക്കത്തിൽ ഇസ്രയേലാണ് അമേരിക്കയുടെ പ്രധാന പങ്കാളി. പാശ്ചാത്യ രാജ്യങ്ങളായ ജർമ്മനിയും ഫ്രാൻസും ഇറാന്റെ ആണവ നയങ്ങളെയും ആഭ്യന്തര നടപടികളെയും വിമർശിച്ച് അമേരിക്കയോടൊപ്പം നിൽക്കുന്നു. ഇറാന്റെ പ്രത്യാക്രമണത്തിന് ഇരയായ UAE, ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ ഇറാന്റെ നടപടിയെ അപകടകരമായ സംഘർഷമെന്നാണ് വിശേഷിപ്പിച്ചത്. നിലവിൽ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് അനുകൂലമായ നിലപാടാണ് അവർ കൈക്കൊണ്ടിട്ടുള്ളത്. തങ്ങളുടെ പരമാധികാരം ലംഘിച്ച് അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണമാണ് അറബ് രാജ്യങ്ങളെ ഇറാനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചത്. UAE, ഖത്തർ, കുവൈറ്റ്, സൗദി അറേബ്യ, ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ തിരിച്ചടി നൽകി. ഇതിനെ തുടർന്ന് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നായ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് അടച്ചുപൂട്ടേണ്ടി വന്നു. ഇറാന്റെ സൈനിക നടപടികൾ തങ്ങളുടെ ഭൂപ്രദേശങ്ങളെയും പരമാധികാരത്തെയും നേരിട്ട് ബാധിച്ചതാണ് അറബ് രാജ്യങ്ങളെ ഇറാനെതിരെ ഏകീകൃതമായ നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചത്. തങ്ങളുടെ രാജ്യത്തിന് നേരെ നടന്ന മിസൈൽ ആക്രമണത്തെ ദേശീയ പരമാധികാരത്തിന് മേലുള്ള നഗ്നമായ ലംഘനമായാണ് ഖത്തർ കാണുന്നത്. സമാനമായി തങ്ങളുടെ വ്യോമാതിർത്തിയിലേക്ക് വന്ന മിസൈലുകളെ തടയാൻ കുവൈറ്റിനും UAEക്കും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നു. UAE, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ സൗദി അറേബ്യ ശക്തമായി അപലപിച്ചു. ഈ രാജ്യങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സൗദി അവർ സ്വീകരിക്കുന്ന ഏത് പ്രതിരോധ നടപടികൾക്കും പിന്തുണ നൽകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ ആക്രമണങ്ങൾക്ക് മറുപടി നൽകാനുള്ള പൂർണ്ണ അവകാശം തങ്ങൾക്കുണ്ടെന്ന് UAEയും ഖത്തറും വ്യക്തമാക്കിയിട്ടുണ്ട്. അയൽ രാജ്യങ്ങളിൽ ഒമാനെ മാത്രം ഇറാൻ ഒഴിവാക്കിയെങ്കിലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അവിടെയും ആക്രമണം അഴിച്ചുവിടുകയാണ്. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളായത് ഇറാനെ മേഖലയിൽ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. സൗദി അറേബ്യ ആക്രമിക്കപ്പെട്ട മറ്റ് അറബ് രാജ്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി, പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ എന്നിവരുടെ വസതികളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം
ഇറാൻ ഭരണകൂടത്തിന് വലിയ സുരക്ഷാ വെല്ലുവിളിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പുതിയ പരമോന്നത നേതാവായ മൊജ്തബ ഖമേനിയെ മോസ്കോയിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത് തന്നെ. അതേസമയം ഇറാഖിലും യമനിലും ഇറാൻ ശക്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ലബനനിലെ ഹിസ്ബുള്ളയാണ് ഇറാന്റെ ഏറ്റവും ശക്തമായ സഖ്യകക്ഷികളിലൊന്ന്. ഇറാഖിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകളായ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ്, യമനിൽ സ്വാധീനമുള്ള ഹൂത്തി വിമതർ, പലസ്തീനിലെ സായുധ സംഘടനയായ ഗാസയിലെ ഹമാസ്, ഇവരടങ്ങുന്ന പ്രതിരോധത്തിന്റെ അച്ചുതണ്ടാണ് ഇറാന്റെ പ്രധാന സൈനിക കരുത്ത്. അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ നേരിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്നുള്ള സുരക്ഷാ കവചമായാണ് ഇറാൻ ഇവരെ ഉപയോഗിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇസ്രയേൽ നൽകിയ തിരിച്ചടികൾ മൂലം ഇറാന്റെ ഈ സഖ്യകക്ഷികൾക്ക് ശക്തമായ ആഘാതമേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇറാന്റെ ഈ പ്രാദേശിക സഖ്യകക്ഷികളെ ദുർബലപ്പെട്ടവരായാണ് സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നത്. ഈ അടുത്തായി റഷ്യയും ചൈനയും ഇറാനുമായുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ ആക്രമണത്തെ ശക്തമായി അപലപിച്ച റഷ്യ ഇറാന്റെ നയതന്ത്ര കരുത്തിന് വലിയ പിന്തുണയാണ് നൽകുന്നത്. മേഖലയിൽ കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇറാന് സൈനികവും രാഷ്ട്രീയവുമായ വലിയൊരു സുരക്ഷാ കവചമാണ് റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ നൽകുന്നത്. സമാധാന ശ്രമം എന്ന പേരിൽ അമേരിക്ക നടത്തുന്ന ചർച്ചകൾ വെറും പ്രഹസനമാണ് എന്നാണ് റഷ്യൻ മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വെദേവ് വിമർശിച്ചത്. 2500 വർഷത്തെ ചരിത്രമുള്ള പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പിൻഗാമിയായ ഇറാന് 249 വർഷം മാത്രം പഴക്കമുള്ള അമേരിക്കയേക്കാൾ ക്ഷമയുണ്ടെന്ന മെദ്വെദേവിന്റെ പ്രസ്താവന ഇറാന്റെ ആത്മവിശ്വാസം ഉയർത്തുന്ന ഒന്നാണ്. എന്നാൽ പാരമ്പര്യമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പാകിസ്ഥാൻ പോലും 2025 യുദ്ധസമയത്ത് ഇറാനിൽ നിന്ന് അകലം പാലിച്ചത് ഇറാന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അതേസമയം മേഖലയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഏതൊരു നീക്കത്തെയും പിന്തുണയ്ക്കുമെന്ന് ഇറ്റാലിയൻ സർക്കാർ പറയുന്നുണ്ട്. ഇതിനായി വരും മണിക്കൂറുകളിൽ മേഖലയിലെ നേതാക്കളുമായും സഖ്യകക്ഷികളുമായും ഇറ്റലി ബന്ധപ്പെടും. തങ്ങളുടെ സിവിൽ രാഷ്ട്രീയ അവകാശങ്ങൾക്കായി ധീരമായി പോരാടുന്ന ഇറാനിലെ സാധാരണ ജനങ്ങളോട് ഇറ്റലി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ എടുത്തു പറയേണ്ടത് ഇറാനെ പ്രതിരോധിക്കാൻ അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി യൂറോപ്പിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. തന്ത്രപ്രധാനമായ ഈ ജലപാതയുടെ നിയന്ത്രണം കൈക്കലാക്കാൻ ഇറാൻ നടത്തുന്ന ശക്തമായ നീക്കങ്ങളെ ചെറുക്കാൻ പാശ്ചാത്യ ശക്തികൾക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഹോർമുസ് കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രപരമായ മേൽക്കൈ ഇറാനെ മേഖലയിലെ അക്ഷയ ശക്തിയാക്കി മാറ്റിയിരിക്കുകയാണ്. അമേരിക്കൻ സൈനിക ശക്തിക്ക് പോലും ഹോർമുസ് കടലിടുക്കിൽ പൂർണ്ണമായി സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ലെന്ന ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാട്ട്ഫുളിന്റെ തുറന്നു പറച്ചിൽ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് സാധിക്കാത്തത് യൂറോപ്യൻ സേനകൾക്കും സാധ്യമല്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മേഖലയിൽ ഇറാന്റെ സ്വാധീനമില്ലാതെ സമാധാനപരമായ കപ്പൽ ഗതാഗതം അസാധ്യമാണെന്നും ഇറാനുമായും അറബ് രാജ്യങ്ങളുമായും കരാറിലെത്തുക മാത്രമാണ് പോംവഴിയെന്നും വാട്ട്ഫുൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മേഖലയിലെ ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക ശക്തമായ വ്യോമാക്രമണം നടത്തിയതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായിരിക്കുകയാണ്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാണെന്ന് ആരോപിച്ച് ഇറാന്റെ തീരപ്രദേശങ്ങളിലെ അതീവ സുരക്ഷയുള്ള മിസൈൽ കേന്ദ്രങ്ങളിൽ 5000 പൗണ്ട് ഭാരമുള്ള ഭീമൻ ബോംബുകൾ അമേരിക്ക വർഷിച്ചു. എന്നാൽ അമേരിക്കയുടെ അത്യാധുനിക ആയുധങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രതിരോധമാണ് ഇറാൻ കാഴ്ചവെക്കുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിനുള്ളിൽ 2 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഒഴിവാക്കിയെന്ന് ഇസ്രയേൽ അവകാശപ്പെടുമ്പോഴും ഇറാന്റെ മിസൈൽ ശേഷി അമേരിക്കൻ സഖ്യകക്ഷികളെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. തങ്ങളെ തൊട്ടാൽ പ്രത്യാഘാതം കഠിനമായിരിക്കുമെന്ന വ്യക്തമായ സൂചനയാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഒരു സംയുക്ത സേന രൂപീകരിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനത്തെ സഖ്യകക്ഷികൾ ഒന്നടങ്കം തള്ളിക്കളഞ്ഞു. ഇത് നമ്മുടെ യുദ്ധമല്ല, നമ്മളത് ആരംഭിച്ചിട്ടില്ല എന്ന ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസിന്റെ വാക്കുകൾ ട്രംപിനേറ്റ കനത്ത പ്രഹരമാണ്. ഇറാനുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറല്ലെന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ട്രംപിന്റെ നീക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്.
നിലവിലെ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഫ്രാൻസ് പങ്കെടുക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ കരുത്തിനെ നേരിടാൻ സഖ്യകക്ഷികൾ മടിക്കുന്നത് ട്രംപിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. സഖ്യകക്ഷികൾ സഹായിച്ചില്ലെങ്കിൽ നാറ്റോയുടെ ഭാവി അപകടത്തിലാകുമെന്ന ഭീഷണിയും അദ്ദേഹം ഉയർത്തിക്കഴിഞ്ഞു. സഖ്യകക്ഷികളുടെ പിന്മാറ്റത്തിന് പിന്നാലെ തനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ലെന്ന നിലപാടിലേക്ക് ട്രംപ് മാറി. അയർലൻഡ് പ്രധാനമന്ത്രി മൈക്കൽ മാർട്ടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കാൻ അമേരിക്ക ഒറ്റയ്ക്ക് മതിയെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ പണ്ട് മുതലേ അമേരിക്കൻ പ്രസിഡന്റുമാർ പുലർത്തിപ്പോന്ന മൃദു സമീപനമാണ് സഖ്യകക്ഷികളെ ഇത്രത്തോളം നിസ്സംഗരാക്കിയതെന്ന് വൈറ്റ് ഹൌസ് വക്താവ് അന്ന കെല്ലി കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഭൂമിശാസ്ത്രപരമായി ഹോർമുസ് കടലിടുക്കിന് മേലെയുള്ള ഇറാന്റെ ആധിപത്യം തകർക്കുക അസാധ്യമാണെന്ന് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ഇടുങ്ങിയ ഈ ജലപാതയിലൂടെയുള്ള എണ്ണ ടാങ്കറുകളുടെ ഗതാഗതം തടയാൻ ഇറാന്റെ ചെറിയ ബോട്ടുകൾക്കും മിസൈൽ യൂണിറ്റുകൾക്കും സാധിക്കും. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ സിംഹഭാഗവും കടന്നു പോകുന്ന ഈ പാതയിൽ ഇറാനെ പ്രകോപിപ്പിക്കുന്നത് ആഗോള സാമ്പത്തിക തകർച്ചയ്ക്ക് വഴിവെക്കുമെന്ന് യൂറോപ്പ് ഭയപ്പെടുന്നുണ്ട്. തങ്ങളുടെ മണ്ണിലെ മിസൈൽ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് ഇറാൻ ശക്തമായ മറുപടി നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. പടിഞ്ഞാറൻ ശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കുമെന്നും ഇറാൻ ആവർത്തിക്കുന്നുണ്ട്. മേഖലയിൽ ഇറാന്റെ സ്വാധീനം വർദ്ധിക്കുന്നത് തടയാൻ അമേരിക്ക നടത്തുന്ന ശ്രമങ്ങൾ ഓരോന്നും പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ചുരുക്കത്തിൽ ഹോർമുസ് കടലിടുക്ക് ഒരു ആഗോള യുദ്ധക്കളമായി മാറുമ്പോൾ ഇറാന്റെ തന്ത്രപ്രധാനമായ കരുത്തിന് മുന്നിൽ ലോകശക്തികൾ പകച്ചു നിൽക്കുകയാണ്. അമേരിക്കയുടെ ഭീഷണികളെയും ആക്രമണങ്ങളെയും പുച്ഛിച്ച് തള്ളുന്ന ഇറാന്റെ നിലപാട് മേഖലയിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് രൂപം നൽകുന്നു. സഖ്യകക്ഷികളുടെ പിന്തുണ നഷ്ടപ്പെട്ട ട്രംപിന് ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളി ഒറ്റയ്ക്ക് നേരിടുക എന്നത് വലിയൊരു പരീക്ഷണമായിരിക്കും. ഹോർമുസ് കടലിടുക്ക് ഇന്ന് കേവലം ഒരു ജലപാതയല്ല, മറിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് ഇറാൻ നൽകുന്ന ശക്തമായ വെല്ലുവിളിയുടെ പ്രഭവ കേന്ദ്രമാണ്. അത്യാധുനിക ആയുധങ്ങളും സഖ്യകക്ഷികളുടെ പിന്തുണയും ഉണ്ടായിട്ടും ഈ ഇടുങ്ങിയ പാതയിൽ ഇറാന്റെ സ്വാഭാവികമായ മേൽക്കൈ തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞു. അമേരിക്കയ്ക്ക് പോലും സാധിക്കില്ല എന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ തുറന്നു പറച്ചിൽ മേഖലയിലെ ഇറാന്റെ തന്ത്രപരമായ വിജയമാണ് വിരൽ ചൂണ്ടുന്നത്. തങ്ങളുടെ തീരങ്ങളിൽ അമേരിക്ക വർഷിച്ച ഓരോ ബോംബിനും പകരമായി ഇസ്രയേലിന് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ട് തങ്ങളെ തളയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന കൃത്യമായ സന്ദേശം ഇറാൻ നൽകി കഴിഞ്ഞു.